മണി നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ്. പണം നമുക്ക് ജീവിതത്തിൽ വലിയ രീതിയിൽ സന്തോഷങ്ങൾ നൽകും എന്ന് പറയുന്ന ഷിംജിത പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ആളാണെന്നുള്ള കാര്യവും ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ ഷിംജിതയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ അത് തന്നെയാണ് തെളിയിക്കുന്നതും. സത്യത്തിൽ ഷിംജിത ആളെത്ര വെടിപ്പല്ല. ഇതേ പണത്തിന് വേണ്ടി തന്നെയാണ് ഷിംജിത ഒരാളുടെ ജീവിതം നശിക്കുമെന്ന് കരുതിയിട്ടും ഇത്തരമൊരു പ്രവർത്തനം ചെയ്യുവാൻ തുനിഞ്ഞത്. വൈറലാകുവാനുള്ള ഉദ്ദേശം ഇപ്പോൾ അവളെ വലയിലാക്കി. പോലീസ് വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നും ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത് ഷിംജിത കീഴടങ്ങുകയായിരുന്നു എന്നുള്ളത്. ഷിംജിതയുടെ ഫോൺ പരിശോധിച്ച പോലീസ് കണ്ടത് 7ഓളം ദീപക്കിൻ്റെ വീഡിയോകൾ. എന്തുകൊണ്ടാണ് ഷിംജിത ആളെത്ര വെടിപ്പല്ല എന്ന് തറപ്പിച്ച് പറയുന്നത്? അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൻ്റെ പുറത്താണ് ഇങ്ങനെ പറയുന്നത്. വിദേശത്ത് യാതൊരു ജോലിയുമില്ലാത്ത ഷിംജിത ഇടയ്ക്കിടെ ദുബായിലേക്ക് പോകുന്നതെന്തിന്? ഇതാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. ഇതിന് പലരും നൽകുന്ന വിശദീകരണം ഇവിടെ തുറന്നു പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് ഷിംജിതയെ ഭർത്താവ് തൊലാക്ക് ചൊല്ലിയതെന്തിനാണ്? അങ്ങനെ അയാൾ ഇവളുടെ ജീവിതത്തിൽ നിന്നും അകന്നു കഴിഞ്ഞിട്ടും അയാളുടെ പേര് ഈ ഷിംജിതയുടെ കൂടെ ചേർത്ത് വെക്കുന്നത് വലിയ കുറ്റം തന്നെയല്ലേ? എന്ത് സംഭവിച്ചു ഷിംജിതയുടെ ജീവിതത്തിൽ? നാട്ടിൽ UDF സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഷിംജിത നിഷ്കളങ്കയായ ഒരു പാവം മുസ്ലിം സ്ത്രീ. ഇവളുടെ വേഷവിധാനം കാണുമ്പോൾ ആർക്കും തന്നെ ഇവളെക്കുറിച്ചൊരു മോശ അഭിപ്രായം പറയാനില്ല. ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞ ഷിംജിത തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിദേശത്തേക്ക് പോയി. പിന്നീട് ഒരു മെമ്പർ എന്ന രീതിയിൽ ഷിംജിത ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പരിഹരിക്കുവാൻ പാടുപെട്ടത് ഇവളുടെ ഭർത്താവെന്ന്. ഒരു ജോലിയും വിദേശത്ത് ഷിംജിതയ്ക്കില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഷിംജിത ദുബായിലേക്ക് പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഇതിന് പറയാനുള്ളത്. അത് ഇവൾ പറഞ്ഞ പോലെ തന്നെ പണമുണ്ടാക്കണം എന്ന ഒറ്റ ലക്ഷ്യമാണ് ഈ സ്ത്രീക്കുണ്ടായിരുന്നത്. അത് തന്നെയാണ് സ്വന്തം മതത്തിൻ്റെ വിധിവിലക്കുകളെ പോലും മറികടന്ന് അഴിഞ്ഞാടി നടക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ മുടി അഴിച്ചിട്ടും ജീൻസും ടീഷർട്ടും ഇട്ടും തന്നെ ജയിപ്പിച്ചയച്ച നാട്ടുകാരുടെ മുഖത്ത് തന്നെ കരിവാരി തേക്കാൻ ഇവൾ ശ്രമിച്ചത്. പണം ജീവിതത്തിൽ സന്തോഷം നൽകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇതിനോടകം ഷിംജിതക്ക് വന്നു കഴിഞ്ഞു. മനസ്സമാധാനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്നും അതിൻ്റെ ഉപരി ഒരു പണത്തിനും എത്തിപ്പെടാനാകില്ലെന്നും തീർച്ചയായും ജയിൽ അഴിക്കുള്ളിൽ ഷിംജിത ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതുകൊണ്ട് ഒരു കാര്യം ചിലർക്കൊക്കെ മനസ്സിലായി. ആരെയും വ്യക്തിഹത്യ ചെയ്യുവാനുള്ള ഇടമല്ല സാമൂഹ്യ മാധ്യമമെന്നും നമ്മുടെ ഓരോ പ്രവൃത്തികളും ചോദ്യം ചെയ്യപ്പെടുമെന്നും ഒരു തിരിച്ചറിവ് ഷിംജിതയുടെ പ്രവർത്തനത്തിലൂടെയും ദീപക് എന്ന ആ പാവ മനുഷ്യൻ്റെ ഒരു തെറ്റായ തീരുമാനത്തിലൂടെയും നമുക്ക് മനസ്സിലായി. ഇനി ആർക്കും ഇത്തരമൊരു ദുരാവസ്ഥ വരാതിരിക്കട്ടെ. മതം എന്തെന്നറിഞ്ഞില്ല, മനദീപം തെളിഞ്ഞില്ല, മനസാക്ഷി ദുർമോഹ ചിന്തനയിൽ. സ്ത്രീകളുണ്ട്, അവരെ കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ. അതായത് ദുബായിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോയാൽ അവരുടെ സ്വാഹയാണ്. നല്ല പെൺകുട്ടികളുണ്ട്, ചില പെൺകുട്ടികൾ അതായത് ഒരു പണിയുമില്ലാതെ ദുബായിലേക്ക് പോകും. നാട്ടിലേക്ക് വരുന്നതാകട്ടെ ഇഷ്ടം പോലെ പൈസയും കാര്യങ്ങളായതുകൊണ്ടാണ്. അതായത് ഒരു പെൺകുട്ടി 1 മണിക്കൂർ ഒരുത്തൻ്റെ കൂടി പോയി കഴിഞ്ഞാൽ 300, ഇവിടെ ഈ ഷിംജിത്ത് അങ്ങനെ പോയി എന്നല്ല ഞാൻ പറയുന്നത്, വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ 500 ദിർഹം, 300 ദിർഹം, 400 ദിർഹം ഒക്കെ കിട്ടും. നോക്കൂ നിങ്ങൾ, 1 മണിക്കൂറിന് 300-400 ദിർഹം കിട്ടിയാൽ പിന്നെ സ്ത്രീകൾ വേറെ പണിയെടുക്കും. അല്ല, ഞാൻ സുഖത്തിന് സുഖവും പൈസക്ക് പൈസയും കിട്ടുന്നുണ്ട്. എല്ലാ സ്ത്രീകളെ മോശമാക്കി പറയുന്നില്ല. ചില സ്ത്രീകളുണ്ട്, ഓക്കെ, ഉറപ്പായിട്ടുമുണ്ട്. ഉള്ളത് കൊണ്ടാണ്. ആരെങ്കിലും കേസ് കൊടുത്താൽ പ്രൂഫ് ഞാൻ കൊടുക്കാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ 1 മാസത്തിൽ ഇവറ്റകൾ ഉണ്ടാക്കുന്നത് 25,000-30,000 മറ്റേ ദുബായ് ദിർഹമാണ്. നോക്കൂ നിങ്ങൾ, എവിടേക്ക് എത്തി? കോടീശ്വരന്മാരല്ലേ. ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ദുബായിലേക്ക് പോയാൽ പെണ്ണ് വരുന്നത് ഇത്ര ആഡംബര കാറും ഇത്ര പൈസയുമായിട്ടുണ്ടാവും. പാവം ഈ ആണിന് പോയാൽ 1 മാസത്തിൽ കിട്ടുന്നത് ആകെ 800 ദിർഹമോ 1000 ദിർഹമോ. ഇവൾ ഒരു ഒരൊറ്റ രാത്രി കൊണ്ട് 1500 ദിർഹമാക്കുന്നുണ്ട്. വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ദുബായിലാണ് ഇവളുടെ കറക്കം. അപ്പോൾ ഈ പറയുന്ന മുസ്തഫ ഇവളോട് ആദ്യം പറഞ്ഞു, വാ, എനിക്ക് പറ്റുന്നില്ല, നീയാണ് വാർഡ് മെമ്പർ ആയത്, പാർട്ടി ഓഫീസിൽ നിന്ന് നല്ല രീതിയിൽ പ്രഷർ ആവുന്നുണ്ട് എന്നൊക്കെ മുസ്തഫ പറയുകയാണ്. അപ്പോൾ മുസ്തഫ പറയുമ്പോൾ ഇവൾ മൈൻഡ് ചെയ്യുന്നില്ല. നീ ആരാണ് എന്നെ ഇതാക്കാൻ, നീ മറ്റേതാണ് മറിച്ചതാണ്, അങ്ങനെ ഭയങ്കര വഴക്കാവുകയാണ്. മുസ്തഫ രാജിക്കത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് എനിക്ക് ഇവളെ എത്രയും പെട്ടെന്ന്, അതായത് മെമ്പർ, എൻ്റെ ഭാര്യ മെമ്പർ ആവണ്ട, ഞാൻ രാജിക്കത്ത് എഴുതിയിട്ട് തരുന്നു എന്ന് പറഞ്ഞ് മുസ്തഫ ഒരു രാജിക്കത്ത് കൊടുക്കുകയാണ്. ആ രാജിക്കത്ത് നീ എന്തിനാണ് കൊടുത്തത് എന്ന് ഈ പരമ ചെറ്റ പറയുകയാണ്. അതായത് ഇവള് ദുബായിൽ മറ്റേ പരിപാടിയും ചെയ്യണം, ഇവൾക്ക് ഇവിടെ നിന്ന് വാർഡ് മെമ്പറുമാണ്, പക്ഷെ നാട്ടിലേക്ക് വരുമല്ല.